ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥ ചിന്തനത്തിൽ ഇന്ന് ജ്ഞാനവിചാരമാണ് നാം ചെയ്യാൻ പോകുന്നത്. ജ്ഞാനവിചാരത്തിലേക്ക് നമ്മെ ശങ്കര ഭഗവത്പാദർ പ്രത്യേക രീതിയിൽ നയിക്കുന്നത് ആസ്വദിക്കാം. ജ്ഞാനവിചാരം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഇന്ന് അർത്ഥമാക്കുന്നത് ജ്ഞാനത്തെ സംബന്ധിക്കുന്ന വിചാരം, ജ്ഞാനമീമാംസ. നോളജ് എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നോളജിനെ അനലൈസ് ചെയ്യുന്നത് തന്നെ നമുക്ക് പകർന്നു തരുന്ന ചില സവിശേഷ ജ്ഞാനം ഉണ്ട്. ഇതിനു മുൻപ് ഒരു ദിവസം ആത്മനസച്ചിദംശ്ച ബുദ്ധേർവൃത്തിരിതി ദ്വയം സംയോജ്യ ച അവിവേകേണ ജാനാമീതി പ്രവർത്തത്തെ എന്ന ശ്ലോകത്തെ പുരസ്കരിച്ച് ആത്മാവിന്റെ സദ്ഭാവവും ചിദ്ഭാവവും ബുദ്ധിയുടെ വൃത്തിയും കലർന്നു വന്ന് ഞാൻ അറിയുന്നു എന്ന അനുഭവം ഉണ്ടാവുന്നതിനെ കുറിച്ച്, ഞാൻ അറിയുന്നു എന്ന ബോധ്യം ഉണ്ടാവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടായി. അവിടെ ആ ബോധ്യത്തെക്കുറിച്ച് ഭഗവത്പാദർ അവിവേകേണ എന്ന വിശേഷണം കൊണ്ട് അറിവ് അവിവേകജമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിയായ ആത്മജ്ഞാനം നേടിയ ആളുടെ അറിവ് എങ്ങനെയിരിക്കും? ആത്മജ്ഞാനിയുടെ അറിവാണ് ഇവിടെ ചിന്തനീയമാകുന്നത്. ആത്മജ്ഞാനിയുടെ അറിവ് അവിവേകയുക്തമായിരിക്കില്ല, വിവേകയുക്തമായിരിക്കും എന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ ദ്വൈതങ്ങളും അവിടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. ദ്വൈതങ്ങൾ ഏതുമില്ലാത്ത ജ്ഞാനാനുഭവം, ജ്ഞാന നിർവൃതി, അതിനെ എന്ത് പദം കൊണ്ട് സൂചിപ്പിക്കും? വാക്കുകൾ കൊണ്ട് ഒരിക്കലും വ്യക്തമാക്കാൻ സാധിക്കാത്ത നിർവൃതിയെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനുള്ള, വാക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കാനുള്ള ഒരു യത്നം ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. ജ്ഞാന ജ്ഞേയഭേദ പരേണാത്മനി വിദ്യത്തെ ചിദാനന്ദൈകരൂപത്വാത് ദീപ്യതേ സ്വയമേവ ഹി. ജ്ഞാനം, ജ്ഞാതൃ, ജ്ഞേയം. ജ്ഞേയം തിങ്സ് ടു ബി നോൺ, അറിയപ്പെടേണ്ടുന്നത്, അതാണ് ജ്ഞേയം, എ തിങ് ടു ബി നോൺ. ജ്ഞാനം പ്രോസസ് ഓഫ് നോളജ്, അറിവ്. ജ്ഞാതൃ, ജ്ഞാത, ദി നോവർ, അറിയണ ആളും അറിയണ വസ്തുവും തമ്മിലുള്ള ബന്ധം, ഇത് മൂന്നും കലർന്നതാണ് ജ്ഞാനാനുഭവം, അവിവേക ജ്ഞാന അനുഭവം. ഇന്ന് നമ്മുടെ എല്ലാ അറിവുകളും ഒരു വശത്ത് ജ്ഞാതാവുണ്ട്, മറുവശത്ത് ജ്ഞേയമുണ്ട്, അറിയണ ആളുണ്ട്, അറിയാനുള്ള വസ്തുവുണ്ട്, നോവറുണ്ട്, നോണുണ്ട്. ഇത് തമ്മിലുള്ള സംബന്ധവുമുണ്ട്. പ്രോസസ് ഓഫ് നോളജ്. ഈ ത്രിപുടി, ത്രീ ഫോൾഡ് ആസ്പെക്ട്സ്, ഈ ത്രിപുടികൾ അസ്തമിച്ച ഒരു അറിവാണ് ജ്ഞാനിയുടെ അറിവ്. അവിടെ അറിയുന്ന ആള്, അറിയുന്ന വസ്തു, അറിവ്, ഇത് തമ്മിലുള്ള ഭേദങ്ങൾ അസ്തമിക്കുന്നു. വ്യത്യാസങ്ങൾ ഒന്നുമില്ല, ജ്ഞാനം മാത്രം. ജ്ഞാതൃ ജ്ഞേയ ഭേദ പരേണാത്മനി വിദ്യതേ. പരേ ആത്മനി, പരമമായ ദേശകാല വസ്തു അതീതമായ ആത്മതത്വത്തിൽ ജ്ഞാതൃജ്ഞാന ജ്ഞേയഭേദ ന വിദ്യതേ. ജ്ഞാതൃജ്ഞാന ജ്ഞേയഭേദങ്ങളൊന്നും പരമമായ ആത്മതത്വത്തിൽ വിരാജിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദേർ, ദേ ആർ നോട്ട് ദേർ. ഇവയൊന്നും ആത്മതത്വത്തിൽ ഇല്ല, പ്രസക്തമല്ല. പിന്നെയോ ചിദാനന്ദൈക രൂപത്വാത്, അതിന്റെ റീസൺ, അതിന്റെ കാരണം പറയണം. എന്താണ് ഹേതു? ചിദാനന്ദൈക രൂപത്വാത്,
ആത്മാവ്, പരമാത്മാവ് ചിദാനന്ദ ഏകരൂപമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഭേദങ്ങളില്ല. ചിദാനന്ദൈകരൂപത്വാത് ദീപ്യതേ സ്വയമേവ ഹി. സ്വയമേവ ദീപ്യതേ. അറിയണ ആളില്ലെങ്കിൽ ആരിതിനെ അറിയും? അത് സ്വയം അറിയുന്നു. അറിയാൻ അന്യമായ ഒന്നില്ലെങ്കിൽ എങ്ങനെ അറിയും? സ്വയമേവ അറിയുന്നു. ഇങ്ങനെ എല്ലാം ഏകസാരമായ ചിത് സ്വരൂപനിൽ, പ്യാർ കോൺഷ്യസ്നെസ്സിൽ അലിഞ്ഞു ചേർന്ന നിർവൃതിയാണ് ഒരു ജ്ഞാനിയുടെ അനുഭവം. ആ അനുഭവത്തെ നമുക്ക് കൊച്ചു കൊച്ചു ജ്ഞാന പരിസരങ്ങളിലൊക്കെ ആവോളം ധ്യാനിക്കാൻ ശ്രദ്ധിക്കാം. ജ്ഞാന മീമാംസ, ജ്ഞാന വിചാരം, ത്രിപുടി രഹിത ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കട്ടെ.